ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അജിമോൾ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടെങ്കിൽ കുറേ പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. ഒരു ആൽബം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ട് ഈ ഏറി തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തട്ടമിട്ടുണ്ടായി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് മുസ്ലിമുകൾക്ക് ഇത് പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിൽ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോഴത്തേക്ക് തട്ടമൊന്നും ഇടാതാണ് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ആങ്കർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്ത് തട്ടത്തിന് എന്ത് പറ്റിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ച് വേറൊരു അടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ താൻ ഓണത്തിന് പങ്കെടുക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഒരു വെച്ചിട്ടൊരു ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തപ്പൂക്കളത്തിന് മുന്നിലുണ്ടെങ്കിൽ സാരി ഇട്ടിരിക്കുന്ന രീതിയിലുള്ളത്. സോ ഇത് ഇട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഏതോ ഒരുത്തം വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ ഈ പെൺകുട്ടി അതോടെ തന്നെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ മകളിൽ നിന്ന് പുറത്താക്കണം, ആ മകളിൽ ആരൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ടുള്ളത് അവരുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് അവരുടെ കുടുംബത്തെയും പുറത്താക്കണമെന്നുള്ള രീതിയിലുള്ള വർഗീയമായിട്ടുള്ള കമൻ്റ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ എന്തായിരുന്നാലും സാധാരണ രീതി അവർക്കെതിരെ നെഗറ്റീവുള്ള കമൻറ്റ്സ് ആയിരുന്നു വരുന്നത്. പക്ഷേ ഈ വട്ടം ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് വന്നത്. അത് മെയിനുള്ള നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ മതേതരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. മറ്റൊരു സൈഡിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതെന്തോ പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരുപാട് പേര് വിചാരിക്കുന്നത്. മതം ഇതെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇതേ കണക്കത്തെ രീതിയിലുള്ള ആഘോഷം എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, രണ്ട് സൈഡിൽ നിന്ന്. അതല്ലാതെ ഭയങ്കര മതം തലയ്ക്ക് പിടിച്ച് തീവ്രമായിട്ടിരിക്കുന്നവരാണ് നമ്മുടെ നാടിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്.